എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു മത വിശ്വാസികൾ, സുപ്രീം കോടതി വിധി വരികയും കേരളത്തിലെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്നുള്ള വിധി വന്നതിൻ്റെ ശേഷം അതിനെ മറികടക്കാൻ പല രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സമയം. ഈ സമയത്ത് നല്ല തന്തയ്ക്ക് പിറക്കാത്ത എന്ന് തന്നെ പറയാം ചെലവളുമാർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾ കാണുമ്പോൾ മുണ്ടാതിരിക്കാൻ കഴിയണില്ല. ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ തന്നെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ ഇഷ്ടപ്പെടുന്ന പലർക്കും എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു വിഷയം എനിക്ക് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരുത്തി ചെയ്ത തെണ്ടിത്തരം, ചെറ്റത്തരം എന്ന് തന്നെ പറയാം, അതൊന്ന് കാണും. രഹന ഫാത്തിമ, ഇയൊക്കെ ഇനി ഏത് മറ്റോടത്തെ ഫെമിനിസ്റ്റ് ആയാലും വേണ്ടില്ല, നിന്റെ ബോഡി നിനക്ക് ഏത് രീതിയിൽ നീ എക്സ്പോസ് ചെയ്തോ, അതിനൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. ആക്കെ നിന്റെ ഇഷ്ടം. അത് കെട്ടിയോന്റെ കയ്യിന് ചൂടില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നല്ല തന്തന്റെയും തള്ളയുടെയും ശിക്ഷണത്തിൽ നല്ല രീതിയിൽ വളരാത്തതിന്റെ ഒരു കുറവ്, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ലവരായ ഹിന്ദുമത വിശ്വാസികളിൽ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ സിംബലായ ഇതുപോലെയുള്ള വസ്ത്രവും മറ്റുള്ള രീതിയുമൊക്കെ അണിഞ്ഞ് തത്വമസി എന്നുള്ള ഒരു അടിക്കുറിപ്പുമിട്ട് ഇജാതി ഊളത്തരം ചെയ്താൽ നീയൊക്കെ റോട്ടിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ നിന്നെയൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതിലൊരു സംശയവും വേണ്ട മോളെ. ഓളൊരു ഫെമിനിസ്റ്റ് വന്നിക്കണ്. നിനക്ക് നിന്റെ ബോഡി എക്സ്പോസ് ചെയ്യാൻ നീ ചെയ്തോ, ഒരുത്തനും ഒന്നും ചോദിക്കില്ല, മനസ്സിലായ? പക്ഷേ ഇങ്ങനെയുള്ള ഊളത്തരം നല്ലവരായ ഹിന്ദുമത വിശ്വാസികളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇജാതി ഊളത്തരമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പണി മോൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. നിന്നെയൊക്കെ ആയിരുന്നടി അമീറുൽ ഇസ്ലാമും അല്ലെങ്കിൽ ഗോവിന്ദചാമിയും ഒക്കെ ജിഷയെ പോലെ അല്ലെങ്കിൽ സൗമ്യയെ പോലെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ അടുത്തല്ലായിരുന്നു അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതൊക്കെ നിന്നെ പോലെയുള്ള നികൃഷ്ട ജീവികളുടെ അടുത്തായിരുന്നു വേണ്ടിയിരുന്നത്. സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നീ ഇപ്പൊ ചെയ്ത ചെറ്റത്തരത്തിനൊക്കെ നിന്നെയൊക്കെ റോട്ടിൽ വെച്ച് ഏതെങ്കിലും നല്ല മക്കള്, നല്ല തന്തക്ക് പറഞ്ഞ ആൺകുട്ടികൾ നിന്നെ കണ്ടോ, നിന്നെ കൈ വെച്ചിരിക്കും, അതിലൊരു സംശയമില്ല. അതിനുള്ള കളിയാണ് ഇപ്പൊ മോളി കാട്ടിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. ഫേസ്ബുക്കിൽ വലിയ ആളാവണം അല്ലെങ്കിൽ നാലാൾ അറിയണച്ചിട്ട് ഇങ്ങനെ തോന്നിയാസം ചെയ്യരുത്. തൊടിയും കാണിച്ചിട്ടാണ് ശബരിമലക്ക് പോണ് നാറി. അവള് വലിയൊരു ഫെമിനിസ്റ്റ് വന്നിക്കണം. കുറെ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ഫെമിനിസ്റ്റുകളാ നിങ്ങള്? ഏത് മറ്റോടത്തെ ഫെമിനിസ്റ്റുകളാ? ഇതാണോ സ്വാതന്ത്ര്യം? ഇതിനാണോ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്? ഇതല്ല സ്വാതന്ത്ര്യം. മറ്റുള്ളവന്റെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഇജാതി ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആൺകുട്ടികളുടെ കൈയിന്റെ ചൂടറിയാത്തതിന്റെ കുറവാ നിനക്കൊക്കെ, മനസ്സിലായ? അവളുടെ പേര് മാത്രം മതി പല വിഷയങ്ങളിലും ഇത് പല വിഷയങ്ങളിലേക്കും പോവാൻ. നിന്റെയൊക്കെ പേര് മാത്രം മതിയടി പുന്നാര മോളെ, അത് മനസ്സിലാക്കിക്കോ. അപ്പൊ ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിലേ നിന്നെയൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ആൺകുട്ടികളുടെ കയ്യിൽ കിട്ടട്ടെ, നിനക്കുള്ള പണി കിട്ടും, അത് ഉറപ്പാ, മനസ്സിലായ? കിട്ടിയിരിക്കും. അത് അധികം വൈകാതെ തന്നെ കേൾക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നോക്കെ.